അവന്റെ ബാപ്പ വല്ലാത്ത ഉറക്കന്നെയായി പോയത്. ഉറങ്ങിയിട്ടൊക്കെ പൂതി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങോട്ട് നീച്ചൊന്ന് വന്ന് നോക്ക്. നേരെ നോക്കുമ്പോ തുടങ്ങിയതാ ഞാനിവിടെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പായല്. കടന്നിട്ടൊക്കെ പൂതി കഴിഞ്ഞിട്ടില്ല. 3 മാസം ആകുന്നുള്ളൂ. എങ്ങനെയാ നമ്മള് 10 മാസം ഇതാക്കിയാണ്ട് തേച്ചങ്ങാണ്ട് പ്രസവിച്ച് എങ്ങനെയാണെങ്കിൽ ഇപ്പൊ നീച്ചുകണ്ട് വന്നൂടെ? എന്നെ കൊണ്ട് ഒറ്റക്ക് കണ്ട് കഴിച്ചിട്ടില്ല. നേരം കൊടുത്ത അവിടെ ഒഴിവ് മനസ്സിലില്ല. പണി നടക്കണില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താ പോരെ? വയറിന് ഭയങ്കര വേദന. കുറെ ഛർദിച്ചും ചെയ്ത് ഒരു സുഖം കിട്ടുന്നില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാ. അല്ലാത്തൊരു കുറച്ചേരം കജല ഞായി പോയിട്ടത് എന്റത്. എന്ത് പറഞ്ഞാലും ഒരു കുറച്ചേരം കഴിയട്ടെ. നേരം പോലത്തെ അവിടെ മനുഷ്യന്മാര് വരാനുള്ളതാണ്. വൃത്തി വെടുപ്പില്ലാതെ കിടക്കാൻ പറ്റൂല. നീച്ചിക്കാണ്ട് അടിച്ചേരി കുടുംബത്തും ആകൊക്കെ അടിച്ചേരിങ്ങാണ്ട് ആ പാത്രം മുറിക്ക് ആ സിങ്കിൽ നിറച്ച് പാത്രം കിടക്കുന്നുണ്ട്. 10 മാസം വരെ ഇങ്ങനെ നിൽക്ക തന്നെ കരണപ്പെട്ട് ഞാനും 2 പറ്റിയത് തന്നെയായി. എന്നിട്ട് ഇച്ചില്ലാത്ത പോയപ്പോ അനക്ക് പറ്റാ നീച്ചൂടോട്ട് നീച്ച് വന്ന് എന്നെ കൊണ്ട് ദോശക്ക് ഇങ്ങനെ ഇതാക്കാൻ കഴിയുന്നില്ല. ഇന്നിപ്പോ നല്ല വെയിലും തിരിച്ചൊക്കെ ഉണ്ട്. ആ മുറ്റത്ത് കണ്ട് ഡബർ കൂടാണ് പോയിക്കണമെങ്കിൽ 4 കൊള്ളി വറക് കിട്ടി. വറക്ക് ഒന്നും കൂടി ഇല്ല ഇവിടെ കത്തിച്ചാന്. അതിനിപ്പോ ഇവിടെ ഇറങ്ങി പോകാൻ പറ്റണ്ടേ? അതാണ്ട് സോയാബീൻ അങ്ങ് എടുത്ത് വളർത്തിക്കൂട്. എന്നിട്ട് ആ മുറ്റാണ്ട് അടിച്ചേരായിരുന്നു അത് തോണ്ടിക്കൂടാണ്ട് അണിപ്പോയാൻ കടത്താൻ നിൽക്കല്ലേ. പറഞ്ഞില്ലാണ്ട അല്ലാത്ത ഒരു ഇടങ്ങേറായി താലയിലായത്. കണ്ണു കാണില്ലല്ലോ ഇപ്പൊ മനസ്സിനത്. അല്ല മാളെ ഇതെന്തൊരു അടിച്ചു തരല അപ്പൊ എന്റത് 4 മൂലിക്കണ്ട് കൂട്ടി വെച്ചിക്ക. മര്യാദക്ക് അവൾ മര്യാദ തോന്നു പൂജ കട്ടൂടെ? ഓളൊരു കൂട്ടിയേക്കല് 2 ദിവസമായി ഓള് ഈ കൂട്ടിയേക്കല് തുടങ്ങിച്ച്. അതിനങ്ങനെ ഇതൊക്കെ പെരിന്ന് പഠിച്ചു തരേണ്ടതല്ലേ? കണ്ണും കജും കാട്ടി എന്റെ മകനെ വളച്ചെടുത്തുകൊണ്ട് പോന്നല്ലോ. ഇപ്പൊ എന്താ കടിച്ചതുമില്ല കുടിച്ചതുമില്ല. അതെ ഇതൊക്കെ പോരുമ്പോ ആലോചിച്ചണ്ടീനി. ഇനിയിപ്പോ പള്ളി കിടക്കുന്ന ഒരു സന്തതി ഉണ്ട്. അതിനിപ്പോ ആരുതാങ്ങാവോ? എന്റെ മകന്റെ ആണ് പറഞ്ഞാൽ എന്റെ തലേക്ക് ഇട്ടാ മതിയല്ലോ. ഏത്ത് പറഞ്ഞാലും ഡോളൊരു കണ്ണീര്. ഈ കണ്ണീരൊക്കെ എവിടുന്നാണ് അവ ഇങ്ങനെ വരുന്നത്? എന്നാലും മങ്ങളെ ഓളെ കൊണ്ടാണ് ഈ പാണി മൊയ് പഠിപ്പിച്ചുന്നത്. ഓക്ക് വെജാത്തതാണ് പള്ളിയുള്ളതാണ് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. എന്നിട്ട് ഓളെ കൊണ്ട് ഞങ്ങൾ ഇടിപ്പിച്ചുന്നത്. വല്ലാത്ത കണ്ണു ചോരല്ലാത്ത പരിപാടിയും ഞങ്ങളേതായാലും കാട്ടുന്നത്. ഓളെ പെരക്കാരെയും കുടുംബക്കാരെയും ഒക്കെ ഒഴിവാക്കി ആങ്ങളുടെ ഒപ്പം പോന്നതല്ലോ ഓള്. അതേലും നിങ്ങളൊന്ന് കണക്കാക്കണ്ടേ? ഇട്ടാമ്മ നിങ്ങൾ ഇങ്ങനെ താത്ത അങ്ങോട്ട് ഉള്ളിക്ക് കേറിക്കോളി.
അന്റെ നാത്തൂന് എന്നോടുള്ള സ്നേഹം കണ്ടില്ലേ കേറിയിരിക്കാൻ പറയുന്നില്ലേ ബാ ബാവു. ഇല്ലമ്മ നിങ്ങളിപ്പോ എത്തിനാ അർജന്റായിട്ട് ഇങ്ങോട്ട് ബാബു പറഞ്ഞ് വിളിച്ചെത്തിയത് എത്ര കാര്യം അതൊക്കെ ഉണ്ട് ഇങ്ങോട്ട് കേറി ബാ എനിക്ക് ഞാൻ പറഞ്ഞുതരാം ബാ. അല്ല എന്റെ മാളെ ഇതിങ്ങനെ വിട്ടാ മതിയോ? ഓളെ പള്ളയിൽ ഒരു സന്തതി ഉണ്ട് പറഞ്ഞ് അത് ആരെ സന്തതിയാന്ന് ആർക്കറിയാം. ഓളെ ഇവിടുന്ന് നമുക്ക് ഇറക്കി വിടണം. ഓള് ഇവിടെ അങ്ങനെ ശ്രമിച്ചണ്ട അതിനകത്ത് ഞാൻ ഞങ്ങൾക്ക് വെത്തിയത്. ഇതിനാണപ്പോ അമ്മാങ്ങളും ഞാൻ വിളിച്ചെത്തിയത്. ഇതിപ്പോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാനും ഇത് ആലോചിച്ചിട്ടുണ്ട്. എത്തിനാ പോലെ അല്ലെങ്കിലും നമ്മളിവിടെ നിർത്തണോളെ വെറുതെ തിന്നാൻ കൊടുക്കണ്ട നിങ്ങൾ പറയുന്ന മാതിരി ഓളെ ഇവിടെ നിർത്തിയിട്ട് ഞാനും ഇതിപ്പോ 2 ദിവസമായിട്ട് ആലോചിക്കുന്നുണ്ട്. എത്തിനാടി വെറുതെ അതിനൊക്കെ തീറ്റി പോറ്റിന് ഒരു കാര്യമില്ല. ആദ്യം ആ പള്ളിയിലുള്ള സന്തതിനെ കളയണം. അതിന് ആസ്പത്രിയെ കൊണ്ടേക്കാണ്ട് പറ്റൂല. അതിനൊന്നും ഇപ്പൊ ഈ പൈസ ഇല്ലാത്ത കൊടുത്ത് ഒക്കെ പെരും ചെലവായി കയറാം. അതൊന്നും നടക്കൂല. വേറെ എന്തെങ്കിലും ഒരു മാർഗം നോക്കണം. ഇഞ്ചമ്മ അല്ലേലും നിങ്ങൾക്ക് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒരു ബാധ്യതയാവും. ഇത് പിന്നെ നിങ്ങളെ തല്ലാകും. നിങ്ങളെ മരുവോളെയും കുട്ടിനെയും എങ്ങനെ ഒഴിവാക്കണം എന്ന് വെച്ചറിയാം. ഇതിനൊക്കെ ഉള്ള ഐഡിയ ഇഞ്ചെടുത്തുണ്ട്. ഞാനിത് നിങ്ങൾ പറയുന്നതിന്റെ മുന്നേ അവിടുന്നേത് കണക്ക് കൂട്ടിക്കാണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഏതായാലും ഇതൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു പോകണുള്ളൂ. ഏതായാലും ഓളാ കുട്ടിനെ നമുക്ക് ആദ്യം ശരിയാക്കണം. ഇതൊന്നും അത്ര ഇതുള്ള കാര്യമല്ല അമ്മ. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ നിങ്ങളെ ഇളയമ്മ ഉണ്ടല്ലോ, നിങ്ങളൊരു ഇളച്ചി എന്റെ ഇളയമാനെ ഈ വൈക്ക് കടുപ്പിച്ചെടുത്ത് കേട്ടോ. 36 ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പരിപാടി നടക്കൂല. ഞാൻ ഏതായാലും ഒന്ന് ഓളെ കണ്ട് 2 വർത്താനം പറഞ്ഞിട്ട്. അല്ല ഇതൊക്കെ കൊണ്ട് എടുക്കാ പോണത്? ഇത് ഞാൻ ആ വാഷിംഗ് മെഷീനിൽ ഇടാൻ കൊണ്ടുപോവാണ് താത്ത. വാഷിംഗ് മെഷീനിൽ ഇടാനോ? വാഷിംഗ് മെഷീനിൽ ഇടണ്ട. വാഷിംഗ് മെഷീനിൽ ഇപ്പൊ ഇടാനേ പാടില്ലാന്നാ. കറണ്ട് ബില്ലാവും. പേരും കറണ്ട് ബില്ലാ അപ്പൊ വാഷിംഗ് മെഷീന്. പിന്നെ അത് മാത്രല്ല ജെസ്സിയെ, അനക്ക് പള്ളിയുള്ളതല്ലേ, പള്ളി ഉണ്ടാകുമ്പല്ലേ കല്ലുമ്മ നല്ലോണം പോയി കുത്തി തിരുമ്പണെന്നാ. ഇമ്മ എന്നെ ഇടങ്ങേറാക്കണ്ട വിചാരിച്ച് ഇതൊക്കെ പറഞ്ഞുതരാ. അതൊക്കെയാണ് ഇത്. വാഷിംഗ് മെഷീനിൽ ഇടണ്ടട്ടോ, കല്ലുമ്മ കൊണ്ടുപോയി തിരുപ്പിക്കോ. ഞാനൊക്കെ ഉണ്ടല്ലോ എന്റെ 2 പ്രസവത്തിനും ഉണ്ടല്ലോ 3-ാം മാസം മുതൽ 10-ാം മാസം വരെ ഉണ്ടല്ലോ കല്ലുമ്മ തന്നെ തിരുമ്പിഞ്ഞത്. ഒരു 3 മാസം വരെ മതി റെസ്റ്റ്. അതൊക്കെ പണ്ടേ കഴിഞ്ഞില്ലേ. ഞങ്ങൾക്ക് എല്ലാ പണിയും ഇരിക്കാം. ആ കല്ലുമ്മ 2 കൊണ്ടുപോയി കുത്തി തിരുമ്പിക്കൂട്. അതേ കുട്ടിക്കും നല്ല ആയാസം കിട്ടുന്ന പള്ളന്റെ ഉള്ളില്. പിന്നെ എന്റെ ആ തിരുമ്പല് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇന്റെ റൂമൊക്കെ ഒന്ന് വാ. ഞാൻ ഇവിടെ 2 ദിവസം കഴിച്ചു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ആ ബാത്റൂമും ഒന്ന് കേൾക്കണം. എന്നുവെച്ച് വാവട്ടോ, ഞാൻ അവിടെ കാണൂട്ടോ. ഇതൊക്കെ പാടെ എന്താ ചെയ്യാ? തീരെ വെയ്യാനും വയറ് പെരും വേദന. ഇക്കണ്ടായിട്ട് ഇതൊന്നും അനുഭവിക്കേണ്ടി വരൂലേ ഇനി. ഇങ്ങോട്ട് വരി. സെറ്റ് ഉറങ്ങിക്കണം. പണിയാൻ കാണിച്ചു. ഇമ്മ ഇമ്മ താത്ത എന്റെ കുട്ടി അയ്യോ. ജെസ്സിയുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുക? ഈ നാത്തൂന്റെയും അമ്മായിയമ്മയുടെയും എരുത്ത് നിന്ന് രക്ഷപ്പെടാൻ ജെസ്സിക്ക് ഇനി എന്താണ് ഒരു മാർഗം? ജെസ്സിക്ക് കുട്ടിനെ കിട്ടുമോ, നഷ്ടപ്പെടുമോ?